ഞാൻ ദിവസം മറ്റൊരു ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇതേ കൂട്ടുകാരന്മാരുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. പ്ലീസ് നമ്മൾ നടക്കുമ്പോൾ എൻ്റെ സ്കിന്ന്, ഞാൻ ഉണ്ടാക്കിയ സ്കിന്ന് വീണ്ടും കംപ്ലൈൻ്റ് ആയാ. ഞാൻ നടക്കുമ്പോൾ താണ്ട ഒരു വൈറ്റ് ചിഹ്നം കാണിക്കുന്നത്. അയ്യോ, ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴും അതേ ഇതുണ്ടോ എൻ്റെ തലേൻ്റെ അടിഭാഗം. ഇത് രണ്ടും എനിക്ക് സെറ്റ് ചെയ്യണം അടുത്ത എപ്പിസോഡാണെങ്കിലും. ഓക്കെ, അപ്പം നമ്മളോട് റെയ്ഡ് ഫാമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതുണ്ടാക്കാൻ എനിക്ക് ഇന്ന് സമയമില്ല. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഒരു ദിവസം കൊണ്ട് വീഡിയോ ഇട്ടില്ല. ഞാൻ സിമ്മ് പോർട്ട് ചെയ്തു ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ ഐഡിയ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ ജിയോയിലേക്ക് പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലാഗിങ് വന്നതാണ്. അതാണ് 2 ദിവസം വീഡിയോ ഇല്ലാണ്ടായിപ്പോയി. 2 ആണോ 3 ആണോ? ഓക്കെ, വീഡിയോ ഇല്ലാണ്ടായിപ്പോയി ഗൈസ്. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് ഇപ്പോൾ സിമ്മ് സെറ്റായി കിട്ടിയപ്പോൾ പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടതാണ്. അതാണ് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ റെയ്ഡ് ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ ഇനിയും ഫാമുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കമൻറ്റ് ചെയ്യണം. ആ ഫാമുകളെല്ലാം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ ഫാം. നമുക്ക് അൺലിമിറ്റഡ് സ്റ്റോൺ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെസ്പിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻ ചെയ്താൽ കിട്ടും. ഹാർഡ്കോർ ചെയ്യുകയാണെങ്കിലും മൈൻ ചെയ്താൽ കിട്ടും. ബട്ട് നമ്മൾ സ്കൈ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കങ്ങനെ കിട്ടില്ല. അതേപോലെ 1 ബ്ലോക്ക് കളിക്കുകയാണെങ്കിലും നമുക്കങ്ങനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 1 ബ്ലോക്ക് പിന്നെയും കിട്ടൂടെ, എന്നാലും സ്കൈ ബ്ലോക്ക് കളിക്കുമ്പോൾ നല്ല മെനക്കെടാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ തുടങ്ങിയാലോ. അപ്പം നമുക്ക് ചെസ്റ്റ് വെച്ച് തന്നെ വേണം തുടങ്ങാൻ. അപ്പോൾ ചെസ്റ്റ് ഇവിടെ 1 2 3 4 ചെസ്റ്റ് അടുപ്പിച്ച് പ്ലേസ് ചെയ്യുക. അത് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റിലേക്ക് ഹോപ്പർ ഓടിക്കുക. ഗൈസ്, ഹോപ്പർ അയ്യോ, ഹോപ്പർ നമ്മൾ ഓടിക്കണം. ഓക്കെ, ഹോപ്പർ ഓടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് എടുക്കുക. ബ്ലോക്ക് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക, ഇവിടെയും പ്ലേസ് ചെയ്യുക. ഇതൊന്ന് ചുറ്റൊന്ന് പ്ലേസ് ചെയ്യുക കേട്ടോ നമുക്ക് ആവശ്യം. ഓക്കെ, നമുക്കിങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ സ്റ്റെയർ എടുക്കുക. സ്റ്റെയർ എടുത്തിട്ട് ദാണ്ട ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഈ സ്റ്റെയർ വെക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ചെസ്റ്റ് തുറക്കാൻ പറ്റും. 1ാമത്തെ തരം ചെസ്റ്റ് തുറക്കാൻ പറ്റും. 2ാമത്തെ തരം നമ്മുടെ വെള്ളം നിന്ന് പോകാൻ പാടില്ലല്ലോ ഗൈസ്. വെള്ളം നമുക്ക് 24 ഹവേഴ്സും 24 ഹവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ വെള്ളം നിൽക്കാതെ വർക്കാവണമല്ലോ. അതിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ സ്റ്റെയർ വെക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഈ സ്റ്റെപ്പിലാട്ടോ ഗൈസ് വെള്ളം ഒഴിക്കുക. സ്റ്റെപ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. ഫുൾ വാട്ടറും സ്റ്റെപ്പിൽ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഹോപ്പറിലേക്ക് തണ്ട ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്യുക. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോൺ വരാൻ പോകുന്നത്. ഇവിടെ ലാവ ഇട്ടി സ്റ്റോൺ വരും. അപ്പോൾ ഈ ലാവ ഇട്ടുമ്പോൾ ഈ വെള്ളം പോവാതിരിക്കാനും കൂടിയാണ് ഈ സ്റ്റെപ്പിലേക്ക് നമ്മൾ മെയിനായിട്ട് വാട്ടർ ഒഴിക്കുന്നതിൻ്റെ കാരണം. പിന്നെ 2ാമത്തെ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതാണ്ട് അയ്യോ ഞാൻ ഇതൊന്നും അല്ലാടാ ഉദ്ദേശിച്ചത്, എങ്ങനെയൊന്നും അല്ലാടാ. ഓക്കെ, പിന്നെ ഉള്ള കാര്യം നമുക്ക് ഇതാണ്ട് കീ മാറിപ്പോയതാണ് ഗീസ്, സോറി. ഓക്കെ, അപ്പോൾ പിന്നെയുള്ള കാര്യം നമുക്ക് ഇതാണ്ട് ചെസ്റ്റും തുറക്കാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതാണ്ട് അടുത്ത ബ്ലോക്ക് നമ്മൾ ഇതിൻ്റെ പൊക്കത്ത് വീണ്ടും പ്ലേസ് ചെയ്യണം. സിമ്പിൾ സാധനം കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ഒരു 5-10 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. ഇതാണ്ട് നമ്മളിതാണ്ട് ഇനി ഫുൾ ബ്ലോക്ക് കേട്ടോ. നമ്മുടെ സ്റ്റെയറിൻ്റെ പൊക്കത്ത് നമ്മൾ ചെസ്റ്റാണ് പ്ലേസ് ചെയ്യുന്നത്. അയ്യോ, ഫുൾ ബ്ലോക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്ട് വെള്ളം മാത്രമേ ഇവിടേക്ക് ഒഴുകുന്ന കാണിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താണ്ട് ഇതിൻ്റെ ഏകദേശം സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ലാവ എടുത്ത് ഒഴിക്കുക. ലാവ എടുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ ഇതാണ്ട് ഇപ്പോഴേ ഓക്കെ യെസ്, നമ്മുടെ ഇത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലോക്ക് വെക്കുക. ഇത് മൊത്തം നമ്മളങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ മേലെയും കൂടെ ചുമ്മാതെ ക്ലോസ് ചെയ്തേക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഗൈസ്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഇതാണ്ട് ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മളിവിടെ ആയിട്ട്
എടേ ഞാൻ ഇൻട്രോ ഒക്കെ ഔട്ട് ഇൻട്രോ വരെ എടുത്തു കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് റെക്കോർഡ് പോയി ഗൈസ്. കോൾ വന്നതുകൊണ്ടാണ് റെക്കോർഡ് കട്ടായിപ്പോയത്. ഞാൻ അതാണ് വിട്ടുപോയത്. വേറൊന്നുമില്ല ഗൈസ്. നമ്മളതാണ്ട് ഇവിടെ ഒരു സൈൻ ബോർഡും കൂടെ വെച്ചു, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറേ മൈൻഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇതാണ്ട് ഇങ്ങനെ മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരുന്നോളും. ലാവ വെള്ളത്തിൽ തട്ടിക്കഴിയുമ്പോൾ വന്നുകൊണ്ടേ ഇരുന്നോളൂ ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഈ ചെസ്റ്റിലേക്ക് വന്നോളും. ഞാൻ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് ഈ ചെസ്റ്റ് കാണൂല ഗൈസ്, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അതുകൊണ്ടോ കാലിയായിരിക്കും ചെസ്റ്റ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഏത് ഫാം വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ റെയ്ഡ് ഫാം അടുത്ത എപ്പിസോഡ് നമ്മുടെ റെയ്ഡ് ഫാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലെസ് പ്ലേ കളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് ഫാം വേണമെന്നും കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എൻ്റെ അയൺ ഫാം കഴിഞ്ഞ അയൺ ഫാമിൽ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചതിനെക്കൊണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന ഫാമുകളെല്ലാം നമ്മൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ, ഗുഡ് ബൈ, ഗയ.